ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു നാട്ടുംപുറം വഴി ഞാൻ കാണിച്ചു തരാം. തികച്ചും ഒരു ഗ്രാമീണ മേഖലയിലുള്ള ഒരു വഴി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഗ്രാമീണ വഴികളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയലുകൾ ഉള്ള സ്ഥലങ്ങളിൽ പോലും കാണപ്പെടുന്ന വഴികൾ അതുപോലെ ഇപ്പോൾ ടാർ ചെയ്ത് വളരെ മിനുസപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്തരം അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നാട്ടും പ്രദേശത്തെ ഒരു വഴി നമ്മളെ തനി കാട്ടുവള്ളികളും കാടും പടർപ്പും ഒക്കെ ഉള്ള പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരു വഴികളിൽ കൂടി നടക്കുക എന്നുള്ളത് അത് 80-കൾക്ക് മുമ്പുള്ളവർക്ക് മനസ്സിലാവും. അതിലെ കൂടെ നടക്കുമ്പോൾ ഉള്ള ശരിക്കുള്ള ഫീലിംഗ് എന്താണെന്നുള്ളത്. ഇന്ന് അങ്ങനെയുള്ള വഴികളൊന്നുമില്ല. ഇന്നത്തെ കുട്ടികളൊന്നും തന്നെ ഇങ്ങനെയുള്ള വഴികളിൽ കൂടി നടക്കാറില്ല. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സൗകര്യങ്ങളിൽ കൂടിയാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് ഈ കാണിക്കുന്ന വഴികളിൽ കൂടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ 80-ക്ക് മുമ്പൊക്കെ ജനിച്ചവർക്ക് ശരിക്കും ഇത് ഒരു നല്ല അനുഭവമായിരിക്കും. ഇതുവഴിയുള്ള അത് എത്രമാത്രം അവർ ആസ്വദിച്ചായിരിക്കും ഇതുവഴി നടന്നിട്ടുണ്ടാവുക. കൂട്ടുകൂടി തമാശകളൊക്കെ പറഞ്ഞ് ഇതിലേക്കൂടെ ഈ ഇത്തരം വഴികളിൽ കൂടി അവർ നടന്നിട്ടുണ്ടാവും. അത്തരമൊരു വഴിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തികച്ചും ഒരു നാട്ടുംപുറത്തെ ഒരു വയൽക്കരയിൽ കൂടിയുള്ള ഒരു വഴിയാണിത്. രാത്രി സമയത്ത് ഇവിടെ വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ. കാരണം ഇവിടെ ഇഴജന്തുക്കളുടെ നല്ല ശല്യമുണ്ട്. ഏതാണ്ട് നമ്മുടെ ഈ പകൽ സമയത്ത് നടക്കുമ്പോൾ പോലും അവിടെ ഇവിടെയെല്ലാം നമുക്ക് ഇഴജന്തുക്കളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതിലേക്കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പന്തവും ചൂട്ടുമൊക്കെ കെട്ടിക്കൊണ്ടാണ് ആൾക്കാർ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇങ്ങനെയുള്ള വഴിയൊന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്കുണ്ട്. അത് നിങ്ങളെ കൂടി കാണിക്കുകയാണ്.